ഇന്ന് നമുക്ക് ഓയിസ്റ്റർ സ്റ്റിച്ച് എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് ഞാനിവിടെ 6 സ്ട്രാൻഡ്സിലുള്ള എംബ്രോയ്ഡറി ത്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് നീഡിൽ ഇതുപോലെ എടുക്കാം. എന്നിട്ട് നമുക്ക് നീഡിലിപ്പം എടുത്ത ഈ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, ഇതിൻ്റെ കുറച്ചൊന്ന് നീങ്ങിയിട്ട് റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ഇതുപോലെ നീഡിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ നൂല് നമുക്ക് നീഡിലിൻ്റെ മുകളിലൂടെ ഇതുപോലെ ചുറ്റി കൊടുക്കാം, നമ്മൾ ട്വിസ്റ്റഡ് ചെയിൻ സ്റ്റിച്ച് തയ്ക്കുന്ന പോലെ. എന്നിട്ട് നമുക്കിതുപോലെ നീഡിൽ മെല്ലെ വലിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു സ്റ്റിച്ച് വരുന്നത്. എന്നിട്ട് നമുക്ക് ഈ ഒരു ഗ്യാപ്പ് കാണുന്നില്ലേ, ഇതിൻ്റെ ഉള്ളിലൂടെ നമുക്കിതുപോലെ നീഡിലിട്ട് കൊടുക്കാം. ഇങ്ങനെ. എന്നിട്ട് നമുക്ക് നീഡിൽ ഈ ഭാഗത്ത് ഇവിടെ ആയിട്ട് ഇതുപോലെ ഇറക്കി കൊടുക്കാം, ഇങ്ങനെ. എന്നിട്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് നീഡിൽ കൊണ്ടു നിർത്താം. ഇതുപോലെ. എന്നിട്ട് ഈ ത്രെഡ് നമുക്കിതുപോലെ ടൈറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ ത്രെഡ് നീഡിലിൻ്റെ അടിയിലൂടെ നമ്മൾ ലേസി ഡേസിക്കൊക്കെ ചുറ്റുന്ന പോലെ ഇതുപോലെ ചുറ്റിക്കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ മെല്ലെ വലിക്കാം. എന്നിട്ട് ഈ ഒരു ഭാഗം നമുക്ക് ഇതുപോലെ ഒന്ന് വിടർത്തി കൊടുക്കണം, നമ്മൾ ഈ ഉള്ളിലെ സ്റ്റിച്ച് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഓയിസ്റ്റർ സ്റ്റിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. നമുക്കിപ്പോൾ ഒരു പെറ്റലായിട്ട് മതിയെങ്കിൽ നമുക്ക് ഇവിടെ നീഡിൽ ഇതുപോലെ ഇറക്കി കൊടുത്തിട്ട് അത് ഫിനിഷ് ചെയ്യാം. അതെല്ലാം നമുക്കിപ്പോൾ ബോർഡർ പോലെ കണ്ടിന്യൂ ചെയ്ത് പോകണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ചൊന്ന് നീങ്ങിയിട്ട് നമുക്ക് നീഡിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് മുമ്പ് സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ നീഡിലിൻ്റെ മുകളിലൂടെ ത്രെഡ് ഇതുപോലെ ചുറ്റിക്കൊടുക്കാം. എന്നിട്ട് മെല്ലെ വലിക്കാം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ നമുക്ക് നീഡിലിട്ട് കൊടുക്കാം. എന്നിട്ട് ഇവിടെ കുത്തി നമുക്ക് നീഡിൽ ഇതിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലെ എടുക്കാം. എന്നിട്ട് ഈ ത്രെഡ് നമുക്കിതുപോലെ ടൈറ്റ് ചെയ്യാം. എന്നിട്ട് ഈ നീഡിലിൻ്റെ അടിയിലൂടെ നമുക്കിതുപോലെ ത്രെഡ് ചുറ്റി കൊടുക്കാം. എന്നിട്ട് മെല്ലെ നീഡിൽ ഇതുപോലെ വലിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഓയിസ്റ്റർ സ്റ്റിച്ച് നമ്മൾ ബോർഡറിന് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതുപോലെ ഫ്ലവറും തയ്ക്കാം, ഇതുപോലെ ബോർഡറും തയ്ക്കാൻ പറ്റും. ബോർഡർ തയ്ക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് വേറെ സ്റ്റിച്ചസൊക്കെ ആഡ് ചെയ്തിട്ട് അത് കുറച്ചുകൂടി ഭംഗിയാക്കാൻ പറ്റും. ഓയിസ്റ്റർ സ്റ്റിച്ചിൻ്റെ ഒരു പെറ്റൽ ഉപയോഗിച്ച് നമുക്ക് റോസിൻ്റെ ബഡും തയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. പിന്നെ വീഡിയോ പറ്റിയുള്ള അഭിപ്രായം എന്തായാലും നിങ്ങൾ എഴുതാൻ മറക്കല്ല. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.